നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്ത്രീകൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. പലപ്പോഴും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ അത് ഏത് പ്രായക്കാരിലാണെങ്കിലും പലതരം ലക്ഷണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗർഭാശയ മുഴകൾ തന്നെ ചിലപ്പോൾ വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. വളരെ നിസ്സാരമാണെങ്കിലും നമ്മളത് അവഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വരുന്നത്. എന്താണ് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗർഭാശയ മുഴകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സ്മിത ജോയ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം ഗർഭാശയം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾ പലപ്പോഴും ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനൊരു അവയവത്തിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഗർഭിണിയാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഗർഭാശയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, ഒരു ധർമ്മം എന്താണ്? ഗർഭാശയത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആവുക തന്നെയാണ്. പക്ഷേ നമ്മൾ ഗർഭാശയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് യൂട്രസ് മാത്രമല്ല, അത് അനുബന്ധമായിട്ടുള്ള ചില ഓർഗൻസ് കൂടിയുണ്ട്. ലൈക്ക് ഓവറി, അണ്ടാശയത്തിൽ നിന്നാണ് മെയിൻലി നമുക്കുള്ള ഹോർമോൺസ് ഒക്കെ വരുന്നത്. സ്ത്രീ ഹോർമോൺസ് ഒക്കെ വരുന്നത് അണ്ടാശയത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ യൂട്രസിൻ്റെ ഫങ്ഷൻ പ്രഗ്നൻസി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിലും ഹോർമോൺസ് വളരെ ആവശ്യമാണ്. നമ്മുടെ എന്താ പറയുക, നമുക്ക് പ്രശ്നങ്ങൾ വരാതെ, അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും മെനോപോസ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനും ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് പെണ്ണുങ്ങൾക്ക് കൂടുതലാണെന്ന്. അപ്പം അത് കാരണം ഈ അണ്ടാശയമാണ് സത്യം പറഞ്ഞാൽ യൂട്രസിനേലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ ഓർഗൻ, ജെനിറ്റൽ ഓർഗൻസ്. ഇതെല്ലാം ചേർന്നതാണ് നമ്മൾ ഗർഭാശയം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ജനറലി പറയുമ്പോൾ നമ്മൾ ഗർഭാശയം എന്ന് ഉദ്ദേശിക്കുന്നത് യൂട്രസ് മാത്രമാണ്. അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാം കൂടെയാണല്ലോ അല്ലെ, ഇതിൻ്റെ ഒരു ഘടന മൊത്തം എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഡോക്ടർ, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് ഗർഭാശയവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരുന്നത്? ഗർഭാശയ പ്രശ്നങ്ങൾ മെയിൻലി പ്രസൻറ്റ് ചെയ്യുന്നത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളാണ്. അത് ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് അതിന് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം അതായത് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ്സിലൊക്കെ ആണെങ്കിൽ മെയിൻലി അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറഗുലർ പീരിയഡ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മെയിൻലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടായിരിക്കാം. കുട്ടികൾ പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒബീസാണ്. അപ്പം അത് കാരണം മെജോറിറ്റി അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇറഗുലർ പീരിയഡ്സ് ആണ് പ്രോബ്ലം. പിന്നെ പീരിയഡ്സ് തുടങ്ങി ആദ്യത്തെ 1-2 വർഷങ്ങളിൽ പീരിയഡ്സ് ഇറഗുലർ ആവാം, ബ്ലീഡിങ് കൂടുതലാവാം, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്യുന്തോറും പ്രഗ്നൻസി റിലേറ്റഡ് അല്ലാത്ത ഇഷ്യൂസാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു പെരിമെനോപോസ് എന്ന് പറയും, അതായത് മെനോപോസിന് മുമ്പുള്ള കുറച്ച് വർഷങ്ങൾ. അപ്പോൾ അവർക്ക് ആ സമയത്ത് നമുക്ക് മെയിൻലി ഹോർമോണൽ പ്രോബ്ലംസ് വരാം. പിന്നെ അതുപോലെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ, ആ ഏജ് ഗ്രൂപ്പിൽ മെയിനായിട്ട് ഗർഭാശയത്തിൽ വരുന്നതാണ് ഗർഭാശയ മുഴകൾ. അത് ആർത്തവ പ്രശ്നങ്ങളായിട്ടാണ് മെയിൻലി പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ട് വരാം, അതല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് വയറുവേദന കൂടുതലായിട്ട് വരാം. പിന്നെ ഇതൊന്നും അല്ലാത്ത സമയത്തും ചില സമയത്ത് വയറുവേദന അല്ലെങ്കിൽ നടുവേദന ഇതൊക്കെ ആയിട്ട് ഗർഭാശയ മുഴകൾ പ്രസൻറ്റ് ചെയ്യാം. പലതരം ലക്ഷണങ്ങളോട് കൂടി ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒബേസാണ് അവർ. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻപൊക്കെ ഒരു 13-14 വയസ്സിലാണ് ആർത്തവം തുടങ്ങിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 9-10 വയസ്സുള്ള കുട്ടികളിലൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പം ചിലർക്ക് ആദ്യം ആർത്തവം വന്നതിന് ശേഷം കുറേ നാളത്തേക്ക് പിന്നെ ഇല്ലാത്തൊരവസ്ഥ കാണാം. മറ്റു ചിലർക്ക് 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ വരുന്നത് കാണാം. അപ്പോൾ ഇത് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ? അത് നമ്മൾ പീരീഡ്സ് തുടങ്ങി ഒരു ഫസ്റ്റ് 1 to 2 years എടുക്കും. നമ്മുടെ ആ ഒരു ഹോർമോണിൻ്റെ ഒരു ആക്സിസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് വരുന്നത് തുടങ്ങി ഓവറി വരെയുള്ള ഒരു ആക്സിസ്. ആ ആക്സിസ് മെച്യൂർ ആവാൻ ഒരു 1 to 2 years എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 1-2 വർഷത്തുള്ള പീരീഡ്സ് ഇറഗുലാരിറ്റി നമ്മൾ അതിനെക്കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ബ്ലീഡിങ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകാനും കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ, സ്കൂളിൽ പോകുന്ന കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. ഓക്കെ ഡോക്ടർ, ഇപ്പം പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അത് പല കുട്ടികളിലും കൗമാരപ്രായക്കാരിലൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ, ഇപ്പം ഹോർമോണൽ ഇംബാലൻസസിന് കാരണമാവുന്നത് അതാണ് എന്ന് പറയുന്നു. എന്താണെന്ന് പറയാം? പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോബ്ലംസ് എന്നുള്ളതാണ് സിൻഡ്രോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഈ വേർഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പോളിസിസ്റ്റിക് എന്ന് കേൾക്കുമ്പം എല്ലാവരും വിചാരിക്കും നമ്മുടെ ഓവറിയിൽ സിസ്റ്റ് ആണെന്ന്. ആക്ച്വലി അത് സിസ്റ്റ് അല്ല, നമ്മൾ അണ്ടമാവാനുള്ള ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു, പക്ഷെ ഒരു പൂർണ്ണ വളർച്ച എത്തുന്നില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു അപ്പിയറൻസിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. മെയിൻലി അതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മളുടെ മെയിൽ ഹോർമോൺസ് കുറച്ച് ഡോമിനേറ്റിംഗ് ആയിരിക്കും രാദർ ദാൻ ഫീമെയിൽ ഹോർമോൺസ്. പിന്നെ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല. അതാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഇറഗുലർ പീരിയഡ്സ് ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞില്ല, മെയിൽ ഹോർമോൺസ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഈ രോമ വളർച്ച കൂടുതൽ. അതുപോലെ നിറവ്യത്യാസം വരാം, കഴുത്തിൽ, ആക്സില്ലയിൽ അങ്ങനെ നിറം വ്യത്യാസം വരാം, വെയിറ്റ് ഗെയിൻ വരാം. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതിൻ്റെ കൂടെ പീരിയഡ്സ് ഇറഗുലാരിറ്റി. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ചോളൂ. എന്റെ വൈഫിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി. ഫസ്റ്റ് ഡെലിവറി ഒരു 4.5 വർഷം മുമ്പായിരുന്നു. അപ്പൊ ഡെലിവറി കഴിഞ്ഞ സമയത്ത് യൂട്രസ് റപ്ചറായി ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. ഓ നെഗറ്റീവ് ബ്ലഡ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡെലിവറിക്ക് നമുക്ക് യൂട്രസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഈ കോംപ്ലിക്കേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ്, പിന്നെ അതിനുശേഷം വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, അതിനുശേഷം ഈ ഡെലിവറിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് റപ്ചർ ഉണ്ടായത്. അതെ, ഫസ്റ്റ് ഡെലിവറിയിൽ. പിന്നെ നമ്മൾ പ്രഗ്നൻസി ആയിട്ടില്ല. അപ്പൊ നമുക്ക് താല്പര്യമുണ്ട് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ. അപ്പൊ എന്തെങ്കിലും ഞാനിപ്പോ മസ്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്, ഒമാനിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനും വൈഫും നേഴ്സാണ്. ഓക്കെ. നമ്മൾ ഒരു പ്രാവശ്യം യൂട്രസിന് റപ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം റെക്കറൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പം അന്ന് റപ്ചർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരത് റിപ്പയർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നെക്സ്റ്റ് പ്രഗ്നൻസി നമ്മൾ ഒരിക്കലും ഒരു പ്രഗ്നൻസി ആവുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നോർമൽ ഡെലിവറി അഡ്വൈസ് ചെയ്യില്ല. എലക്റ്റീവായിട്ട് സിസേറിയനിലേക്ക് തന്നെ പോകേണ്ടി വരും. പിന്നെ നമുക്ക് കുറച്ച് ടുവേർഡ്സ് ടേം ഒരു 8 മാസമൊക്കെ കഴിയുമ്പം നമ്മൾ കുറച്ചും കൂടെ മോണിറ്ററിങ് കൂടുതലായിട്ട് വേണ്ടി വരാം. കഴിഞ്ഞ പ്രാവശ്യം അത് ഡെലിവറിയുടെ സമയത്താണ് റപ്ചർ ചെയ്തെങ്കിൽ ഈ പ്രാവശ്യം ചിലപ്പം പ്രഗ്നൻസിയുടെ സമയത്ത് അത് സംഭവിക്കാം. പക്ഷെ ഒരു 8 മാസമൊക്കെ കഴിയുമ്പോഴാണ് ആ റിസ്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ സമയം തുടങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലോസ് മോണിറ്ററിങ് ആവശ്യമായി വരാം. പക്ഷെ ഒരു പ്രഗ്നൻസിക്ക് ഒരു അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ല. ഓക്കെ. ഇത്തരം സംശയങ്ങൾ പലരും ചോദിക്കാറുള്ളതാണ്. ഒരു സെക്കൻഡറി ഇതിലേക്ക് പ്രശ്നം, വന്ധ്യത തന്നെയാണെങ്കിൽ പോലും ആദ്യത്തെ കുറേ പ്രശ്നം വന്നു, രണ്ടാമത്തേലേക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. അപ്പം നമ്മൾ വന്ധ്യതയുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ ഒരു കാര്യത്തിൽ. ഇപ്പം മാരേജ് കഴിഞ്ഞു, ചിലർ 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കുട്ടി ഉണ്ടാവണം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു. അപ്പം എന്താണ് ഈ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഗർഭാശയ പ്രശ്നങ്ങൾ? വന്ധ്യതയുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓവുലേഷനുള്ള പ്രോബ്ലം ആണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഴകൾ വന്ധ്യത ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മേ ബി ഒരു 5 to 10% ഉള്ളൂ. ഈ ഗർഭാശയ മുഴകൾ തന്നെ പല രീതിയിൽ വരാം. യൂട്രസിൻ്റെ പുറത്തേക്ക് വരുന്നതാവാം, ഉള്ളിലേക്ക് നിൽക്കുന്നതാവാം, യൂട്രസിൻ്റെ മസിൽസിൽ നിൽക്കുന്നതാവാം. യൂട്രസിൻ്റെ പുറത്തേക്ക് വരുന്ന ഫൈബ്രോയിഡ്സ്, ഗർഭാശയ മുഴകൾ സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഉള്ളിലേക്ക് വളർന്ന് നമ്മൾ പറയും സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും. അതാണ് സാധാരണഗതിയിൽ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പ്രഗ്നൻസി പ്രോബ്ലം വരാവുന്നതെന്ന് വെച്ചാൽ ഇത് കാരണം റെക്കറൻ്റ് ആയിട്ട് നമുക്ക് അബോഷൻസ് ഉണ്ടാവാം. അപ്പം അങ്ങനെ ഒരു പേഷ്യൻ്റ് ഒരു ഫൈബ്രോയിഡ് ഉണ്ട്, റെക്കറൻ്റ് അബോഷനുണ്ട്, വേറെ റീസൺസ് ഒന്നും നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഫൈബ്രോയിഡ് എടുത്തു മാറ്റുന്നതിലേക്ക് ചിന്തിക്കേണ്ടി വരും. പിന്നെയുള്ള വന്ധ്യതയ്ക്കൊരു കാരണം ഗർഭാശയത്തിൽ ട്യൂബൽ ബ്ലോക്കാണ്. നമ്മൾ അണ്ടാശയവും അത് കഴിഞ്ഞ് ട്യൂബും ഉണ്ട്. അപ്പം അണ്ടാശയത്തിൽ നിന്ന് എഗ്ഗ് അല്ലെങ്കിൽ ഓവം എടുത്തിട്ട് ട്യൂബിൽ വന്നിട്ടാണ് പ്രഗ്നൻസി ഉണ്ടാവുന്നത്. അത് പ്രഗ്നൻസി അവിടെ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 6 ദിവസമൊക്കെ കഴിയുമ്പം ട്യൂബിൻ്റെ മോട്ടിലിറ്റി വഴിയാണ് അത് ഗർഭാശയത്തിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബൽ മോട്ടിലിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി ആവില്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി ഒക്കെ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ മാഡം, നമസ്കാരം. ചോദിച്ചോളൂ. നമസ്കാരം മാഡം, ഞാൻ അപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം, പറയൂ. എനിക്ക് 3 മക്കളാണ്, 2 ആൺകുട്ടികൾ. പക്ഷെ മോൾക്ക് 16 വയസ്സായി, ഇതുവരെ മെൻസസ് ആയിട്ടില്ല മാഡം. ആണോ? മോൾക്ക് ഞാൻ ഡോക്ടറെ കാണിക്കണോ? ഇതുവരെ കാണിച്ചില്ല. അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ബാക്കിയുള്ള രോമ വളർച്ചയും ബ്രസ്റ്റിന്റെ വളർച്ചയൊക്കെ ഉണ്ടോ? ബ്രസ്റ്റിന്റെ വളർച്ചയുണ്ട്.
നമ്മൾ കക്ഷത്തിലും പ്രൈവറ്റ് പാർട്സിലും ഒക്കെ രോമങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട് ചെറുതായിട്ടുണ്ട്. അപ്പൊ പിന്നെ നല്ലോണം ഇല്ല. എങ്കിലും 16 വയസ്സായ സ്ഥിതിക്ക് നമ്മളൊരു 15 വയസ്സിന് ശേഷം ഇങ്ങനത്തെ അതായത് നമ്മൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും, രോമ വളർച്ചയും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും പീരീഡ്സ് ആയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കാണിച്ച് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഗർഭാശയം യൂട്രസ് ഡെവലപ്പ് ചെയ്യാത്തുള്ള അവസ്ഥയുണ്ട്, നമ്മൾ ജനിതകമായിട്ടുള്ള തകരാറാണ്. അപ്പോൾ അണ്ഡാശയം ഉള്ള കാരണം ഇങ്ങനത്തെ ഉള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, പക്ഷേ പീരീഡ്സ് വരില്ല. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിച്ച് ഒരു സ്കാനൊക്കെ ചെയ്തിട്ട് നമ്മളത് റൂൾ ഔട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഭയന്ന് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത് തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ഫൈബ്രോയിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് ഫൈബ്രോയിഡ്സ്? ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രൈൻ മസിലിൽ നിന്ന് വരുന്ന ഒരു മുഴയാണ്. പക്ഷേ അതൊരു ക്യാൻസറസ് ആയിട്ടുള്ള മുഴയല്ല. ഒരു ഫൈബ്രോയിഡ് ക്യാൻസർ ആവാനുള്ള സാധ്യത ഒരു 0.5% താഴെയുള്ളൂ. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ജനിതകമായിട്ട് തന്നെയാണ് കാരണങ്ങൾ, പക്ഷേ അതൊരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് മുഴയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ മെൻസസ് ഉള്ള കാലയളവിൽ മാത്രമേ ഫൈബ്രോയിഡ്സ് കാണുള്ളൂ. പീരീഡ്സ് ആവുന്നതിന് മുമ്പും മെനോപോസ് ആയിക്കഴിഞ്ഞാലും ഫൈബ്രോയിഡ്സ് വരില്ല. ഉള്ള ഫൈബ്രോയിഡ്സ് അതായത് മെനോപോസ് ആവുന്നതിന് മുമ്പുള്ള ഫൈബ്രോയിഡ്സ് മെനോപോസ് ആയിക്കഴിഞ്ഞാൽ പതുക്കെ സൈസ് കുറയും, പുതിയതായിട്ട് ഫോം ചെയ്യില്ല. മെയിൻലി അപ്പോൾ ഒരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് മുഴയാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ. കേൾക്കുന്നുണ്ടല്ലോ? ആ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. പിന്നെ വൈഫിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. 4 മാസത്തിൽ ഒരിക്കൽ മാത്രമേ പീരീഡ്സ് ഉണ്ടാവുന്നുള്ളൂ. 4 മാസം 3.5 മാസമൊക്കെ ആയിട്ടാണ് പീരീഡ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ ഗർഭിണിയാണ്, 2ാമത്തെ പുസ്തകത്തിനുള്ള വെയിറ്റിംഗാണ്. പക്ഷെ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. ഭയങ്കര ക്ഷീണവും ശരീരവേദനയൊക്കെ ഉണ്ട്. ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ 3 മാസമായി. ക്ഷീണം പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വയറുവേദന, സ്ഥിരമായ വയറുവേദനയാണ്. ഞാൻ ഡോക്ടറെ 2 ദിവസം മുമ്പ് കാണിച്ചിരുന്നു. പക്ഷെ മരുന്ന് കഴിക്കുമ്പോഴൊക്കെ വലിയ ക്ഷീണവും ശരീരവേദനയൊക്കെ പറയുന്നു. ഈ പ്രഗ്നൻസി 3 മാസമായപ്പോൾ ക്ഷീണം എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഛർദി ഉണ്ടോ കൂടുതലായിട്ട്? ഇല്ല, കൂടുതലായി ഛർദിയൊന്നുമില്ല. ഛർദിയില്ല. ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അതെ, ഫുഡ് നല്ല രീതിയിൽ കഴിക്കാൻ കഴിയുന്നില്ല, കുറഞ്ഞ രീതിയിൽ മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ. പ്രശ്നം എന്ന് വെച്ചാൽ പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് 4 മാസം 5 മാസമൊക്കെ പീരീഡ്സ് 3 to 4 months കൂടുമ്പോഴേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ 2ാമത്തെ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞു. പ്രഗ്നൻസി 2 ആവാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആദ്യത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആവാന് കുറച്ച് താമസം പിടിച്ചിരുന്നു, 1 വർഷത്തോളം. ഈ 3 മാസം വൈകി വരുമ്പം ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടോ അതോ സാധാരണ രീതിയിലേ ഉള്ളൂ? രീതിയിലേ ഉള്ളൂ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഒരു 4 പ്രാവശ്യം പീരീഡ്സ് ഉണ്ടായാലും മതി. ഈ 3 മാസം കൂടുമ്പോൾ വരുന്ന പീരീഡ്സ് അധികം അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വലിയ ബോധർ ചെയ്യേണ്ട. പ്രത്യേകിച്ച് ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ആയി നമുക്ക് മെയിൻലി ഉള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ട് വരുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കുറേ നാൾ പീരീഡ്സ് വരാതിരിക്കുമ്പം യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലൈനിങ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് വളരെ തിക്കാവാം. അങ്ങനെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ അത് കഴിഞ്ഞ് വരുന്ന പീരീഡ്സ് ഹെവി ആയിട്ട് വരുന്നത്. അങ്ങനെ ലോങ് ടേമിൽ അങ്ങനെ നിൽക്കുമ്പോൾ അത് ഫ്യൂച്ചറിൽ യൂട്രൈൻ ക്യാൻസേഴ്സ് ഒക്കെ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതാണ്. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു 4 പ്രാവശ്യമൊക്കെ പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഗർഭിണി ആയി കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ വേറെ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഗർഭ സമയത്ത് ഉണ്ടാവില്ല. അവരുടെ ഒരു സംശയം അത് തന്നെയായിരുന്നു തോന്നുന്നു. ഈ 2-3 മാസം കൂടിയിട്ട് ആർത്തവം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഗർഭകാലത്തുള്ള ക്ഷീണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ഷീണമല്ല. ആദ്യത്തെ 3 മാസങ്ങളിൽ എപ്പോഴും ക്ഷീണവും ഛർദിയും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടുതലായിരിക്കും. അപ്പം അത് ഇതുമായിട്ട് റിലേഷൻ ഇല്ല. ഡോക്ടർ, ഇപ്പോൾ ചില സ്ത്രീകൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആവാൻ വൈകുമ്പോൾ ഇങ്ങനെ ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്ന് പറയുകയും അത് റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നതും കേൾക്കാം. എന്നാൽ ചിലർക്ക് പറയും ഫൈബ്രോയിഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ചെറിയ തരം മുഴകളുണ്ട്, അത് വലിയ പ്രശ്നമില്ല എന്ന് പറയും. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം?
ഫൈബ്രോയിഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബ്രോയിഡിൻ്റെ ലൊക്കേഷനും സൈസും അനുസരിച്ചായിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. 3 ടൈപ്പ് ഉണ്ട്. പുറമേക്ക് വളരുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പുറമേക്ക് വളരുന്നത്, ഉള്ളിലേക്കുള്ളത്, മസിലിൻ്റെ ഉള്ളിലുള്ളത്. ഈ മസിലിൻ്റെ ഉള്ളിലുള്ളതും ഉള്ളിലേക്ക് വളരുന്നതുമായ ഫൈബ്രോയിഡ്സ് ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഉള്ളിലേക്ക് വളരുന്നതാണെങ്കിൽ മെജോറിറ്റി കേസസിലും നമുക്കത് റിമൂവ് ചെയ്യേണ്ടി വരും. ആ സമയം മസിൽസിലുള്ള ഫൈബ്രോയിഡ്സ് ആണ്, ചെറിയ ഫൈബ്രോയിഡ്സ് ആണ്, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മിക്കവാറും അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റിയും റൂൾ ഔട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഫൈബ്രോയിഡ് റിമൂവലിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ഇൻക്ലൂഡിങ് മെയിൽ പാർട്ട്ണറിൻ്റെ സെമൻ അനാലിസിസും കൂടെ നമ്മൾ ചെയ്ത് ബാക്കി വേറെ റീസണൊന്നും കാണുന്നില്ല, വലിയ മുഴയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ പറയൂ ഡോക്ടർ, ഞാൻ പഞ്ചാബിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ പേര് കൊച്ചുമോൾ. ഹലോ ഹലോ പറയൂ, കേൾക്കുന്നുണ്ട്. ഹലോ കേൾക്കുന്നുണ്ട്. എന്താ സംശയം? ടി വിയിൽ നോക്കണ്ട കേട്ടോ, ഫോണിൽ ശ്രദ്ധിച്ചിട്ട് ചോദിച്ചോളൂ. സംശയം എന്താന്ന് പറഞ്ഞോളൂ. ഡോക്ടർ, പറഞ്ഞോളൂ. എന്റെ മകള് 20 വയസ്സുള്ള എന്റെ മകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്താണ് പ്രശ്നം? മോൾക്ക് 2.5 വർഷമായി ഡോക്ടറെ ഈ ഛർദിലും വയറ്റുവേദനയായിട്ട് എല്ലാ മാസവും പീരീഡ് ആകുന്ന, ചിലപ്പോൾ മുമ്പായിട്ടായിരിക്കും ഛർദിലും വയറ്റുവേദന ഉണ്ടാകുന്നു. അത് വളരെ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കും. ചിലപ്പോൾ 10-15 ദിവസമൊക്കെ നിൽക്കും. ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരു PCOD ആന്ന് പറഞ്ഞു. അതിനുള്ള ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രൊലാക്റ്റിൻ കൂടുതലായിരുന്നു. ഇൻസുലിനും ഹോർമോൺസ് ഒക്കെ ശരിയാണ്, പക്ഷെ പ്രൊലാക്റ്റിൻ 166ഓളം ഉണ്ടായിരുന്നു. അത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് കഴിച്ചു. ഇപ്പം വേറെ 3 മാസത്തേക്ക് ഗ്രോട്രിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് കഴിച്ചു. വേറൊരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ഛർദിലും വയറ്റുവേദനയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പീരീഡ്സ് റെഗുലർ ആയിട്ടാണോ മോൾക്ക് വരുന്നത്? പീരീഡ് ഈ ഇപ്പം ഈ 3 മാസം ഒരു ഡ്രോട്ടിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിച്ചപ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നു. അതിനുശേഷം ഇപ്പൊ ഛർദിലായിട്ട് ഇരിക്കുകയാണ്, ഛർദിലും വയറ്റുവേദനയായിട്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇപ്പൊ ഛർദിലും വയറ്റുവേദനയായിട്ടിരിക്കുന്നു. ഇത് ഭയങ്കര അവർക്ക് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ ഛർദിലും വേദന എന്താണ് വരുന്നെന്ന് നമ്മളിപ്പം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റിന് പോലും പറയാൻ പറ്റുന്നില്ല എന്താണ്. പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടാണോ ഛർദിയും വയറുവേദനയും വരുന്നത്, അല്ല അതുമായിട്ട് അതെ അതാണ്. അപ്പോൾ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ സ്കാനൊക്കെ ചെയ്തു, അതിനകത്ത് പോളിസിസ്റ്റിക് ഓവറി മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ? പോളിസിസ്റ്റിക് ഓവറി സാധാരണഗതിയിൽ ഇങ്ങനത്തെ സിംറ്റംസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഛർദിയോ വയറുവേദനയോ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. അത് നമുക്ക് പീരീഡിനുള്ള ഇറഗുലാരിറ്റി, ബ്ലീഡിങ് കൂടുതലോ കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളേ വരുള്ളൂ. പിന്നെ പ്രൊലാക്റ്റിൻ കൂടുതലാണ്, 166 എന്ന് പറഞ്ഞാൽ കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ അതിന് ഫർദറായിട്ട് നമ്മൾ ബ്രെയിനിൻ്റെ MRI സ്കാനൊക്കെ ഐഡിയലി ചെയ്യേണ്ടതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് ഒന്നും കൂടെ പ്രൊലാക്റ്റിൻ്റെ ലെവൽ ചെക്ക് ചെയ്തിട്ട് സ്റ്റിൽ ഹൈ ആണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പരിശോധിക്കണം. പിന്നെ ഗൈനക്കോളജി റിലേറ്റഡ് മാത്രമായിട്ടല്ല ഛർദിയും വയറുവേദനയും വരുന്നത്. അപ്പം നമ്മൾ അതിന് ഉദരസംബന്ധമായ അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ സഹായം കൂടെ തേടുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പലപ്പോഴും ഈ ഫൈബ്രോയിഡ്സ് വന്നിട്ട് ശസ്ത്രക്രിയ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എപ്പോഴാണ് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്? നമ്മൾ ഈ 50% ഫൈബ്രോയിഡ്സും സാധാരണഗതിയിൽ ഒരു സിംറ്റംസും ഉണ്ടാക്കില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പം ആകസ്മികമായി കണ്ടുപിടിക്കുന്നതാണ്, ഇൻസിഡൻ്റൽ ഡിറ്റക്ഷനാണ് ഈ ഫൈബ്രോയിഡ്സ്. അപ്പോൾ സിംറ്റംസ് ഇല്ലാത്ത ഫൈബ്രോയിഡ് വലിയ സൈസ് ഇല്ലെങ്കിൽ, നമ്മളൊരു യൂട്രൈൻ സൈസൊക്കെ വെച്ചാണ് സാധാരണഗതിയിൽ പറയുന്നത്, ഒരു 3.5 മാസം അല്ലെങ്കിൽ 4 മാസം പ്രഗ്നൻസി, ഒരു 14 വീക്സ് സൈസിന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഈവൻ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സർജറിക്ക് പോകണം. അതല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് നമുക്കിങ്ങനെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നു, അല്ലെങ്കിൽ പെയിൻ കൂടുതലാണ്. ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇനീഷ്യലി മരുന്നുകളൊക്കെ കൊടുത്ത് നോക്കാം ആ സിംറ്റമാറ്റിക് റിലീഫിന്. പക്ഷേ അതല്ലെങ്കിൽ നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടി വരും. അപ്പം മെയിൻലി സിംറ്റംസ് ഉള്ള ഫൈബ്രോയിഡ്സും വലിയ സൈസുള്ള ഫൈബ്രോയിഡ്സും ആണ്. പിന്നെ പെട്ടെന്ന് സൈസ് കൂടുന്നു, അതൊരു നല്ല ലക്ഷണമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്.
ഡോക്ടർ, പണ്ടൊക്കെ, ഇപ്പോൾ വളരെ കുറച്ചാണ് അത്തരം റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. വയറ് ഇങ്ങനെ വലുതായി വരികയും അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് സംശയിക്കുകയും, എന്നാൽ സ്ത്രീ അവർക്കറിയാം അതല്ല എന്ന്, എന്നിട്ട് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മുന്തിരിക്കുലയുടെ ഷേപ്പിൽ എടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. വലിയ ഫ്ലഷിൻ്റെ ഇതിങ്ങനെ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗർഭാശയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയല്ലേ? ഈ മെയിൻലി അന്ന് പറയുന്നത് മുന്തിരിക്കുല എന്ന് പറഞ്ഞത് ഒരു മുന്തിരിക്കുല ഗർഭമൊക്കെയാണ്, പക്ഷെ അതായിരിക്കില്ല, ഈ ഫൈബ്രോയിഡ് തന്നെയാണ്. കാരണം പുറമേക്ക് വളരുന്ന ഫൈബ്രോയിഡ് സിംറ്റംസ് ഇല്ലാതെ നിൽക്കുന്ന കാരണം ഇത് വളർന്ന് ഒരു 9 മാസം പ്രഗ്നൻസി ആവുന്ന സൈസ് വരെയൊക്കെ ആവുമ്പോഴാണ് ഇവർ ഡോക്ടറിൻ്റെ ഹെൽപ്പിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കുമ്പോൾ 2 കിലോയും 5 കിലോയും ഒക്കെ ഉള്ള ഫൈബ്രോയിഡ്സ് നമുക്ക് സർജറി ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഒരു അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അതായത് വയറ് വീർത്ത് വരുന്നു എന്നൊരു സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കാണിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യുകയാണ്, അല്ല ഉറപ്പ് വരുത്താനില്ലെങ്കിൽ പോലും. ഡോക്ടർ, ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റേജുകളിൽ ഇങ്ങനെ ഫൈബ്രോയിഡ്, അതിൻ്റെ ഒരു സങ്കീർണമായ അവസ്ഥകൾ, എന്തെല്ലാം അസുഖങ്ങളാണ് അതിലുണ്ടാകാവുന്നത്? ഫൈബ്രോയിഡ്സ് പ്രഗ്നൻസിയിലാണെങ്കിൽ ഫൈബ്രോയിഡ്സ് കൊണ്ട് ചിലപ്പോൾ ചില ഡീജനറേഷൻ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വേദന ഉണ്ടാവാം, പേഷ്യൻ്റ് പനി ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അബോഷൻസ് വരാം. പിന്നെ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ താഴത്താണെങ്കിൽ സിസേറിയൻ റിസ്ക്, അങ്ങനെ അതൊക്കെയാണ് പ്രഗ്നൻസിയിൽ. പിന്നെ ഉള്ളത് ഉള്ളിൽ നിൽക്കുന്ന ഫൈബ്രോയിഡ്, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്, ചിലപ്പോൾ അതൊരു പോളിപ്പായിട്ട് ഗർഭാശയ മുഖത്തിൽ കൂടെ, സെർവിക്സിൽ കൂടെ വന്നിട്ട് പേഷ്യൻ്റ് ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഈവൻ നമുക്ക് ചിലപ്പോൾ എമർജൻസി ആയിട്ട് ഒന്നെങ്കിൽ ഈ പോളിപ്പ് മാത്രം എടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ ഈവൻ ഹിസ്റ്റക്ടമി, യൂട്രസ് റിമൂവലിന് വരാം. പിന്നെ ഉള്ളത് നമ്മൾ ക്യാൻസറാണ് നമുക്ക് പിന്നെ പേടിയുള്ള ഒരു കാര്യം. യൂട്രൈൻ ഫൈബ്രോയിഡ് ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, ഒരു 0.5%. പക്ഷേ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഫൈബ്രോയിഡ് ആണെന്ന് വിചാരിച്ച് സർജറി ചെയ്യുന്നതിൽ നമ്മളെല്ലാം ബയോപ്സിക്ക് അയക്കും. ബയോപ്സി റിപ്പോർട്ട് വരുമ്പം അങ്ങനെ കാണാറുണ്ട്. നമ്മൾ സാർക്കോമ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് ക്യാൻസറാണ് അതിൽ വരുന്നത്. അപ്പം മെജോറിറ്റി ആൾക്കാരും സർജറിക്ക് പോകുന്നത് ഈ ഒരു ഭയം കൊണ്ടാണ്. ക്യാൻസർ ആയിരിക്കുമോ ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയം കൊണ്ടാണ് മെജോറിറ്റി ആൾക്കാരും ഒരു സർജറിയിലേക്ക് പോകുന്നത്. മറ്റൊന്ന്, ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ആർത്തവ വിരാമത്തിന് മുൻപ് തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം ബ്ലീഡിങ് തന്നെ ഒരു കാരണം. ആർത്തവം വിരാമമായി കഴിഞ്ഞാലും പിന്നീട് ചിലപ്പോൾ ബ്ലീഡിങ് ഉള്ളതായിട്ട് കാണാം. അതിൻ്റെ ഒരു കാരണം, നമ്മൾ ആർത്തവം കഴിഞ്ഞ് 1 വർഷം നമുക്ക് പീരീഡ്സ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. പക്ഷേ ഈവൻ 6 മന്ത്സ് കഴിഞ്ഞ് 6 മന്ത്സ് പീരീഡ്സ് ഇല്ലാതിരുന്നിട്ട് ബ്ലീഡിങ് കണ്ടാൽ പോലും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടണം. കാരണം ആ സമയത്ത് വരുന്ന ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു സെനൈൽ അട്രോപിക് ചേഞ്ചസ് കൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖ ക്യാൻസറും യൂട്രൈൻ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസേഴ്സും നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം. അപ്പം അതാണ് മറ്റേ നമ്മൾ മെനോപോസ് ആവുന്നതിന് മുമ്പ് ബ്ലീഡിംഗ് ഉള്ളതിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതുമായ അവസ്ഥ. വളരെ ശക്തിയായിട്ടുള്ള നടുവേദന ഇപ്പം 40 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ പലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് ഇത്തരം ഗർഭാശയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? ഗർഭാശയ മുഴകൾ നടുവേദന ഉണ്ടാക്കാം, പ്രത്യേകിച്ച് വലിയ മുഴകളാവുമ്പം. പിന്നെയുള്ള ഒരു കാരണം ഗർഭാശയം താഴേക്ക് തള്ളി വരുന്നത്, പ്രൊലാപ്സ് എന്ന് പറയും. അപ്പം നമ്മുടെ ഗർഭാശയത്തിനെ പിടിച്ച് വലിക്ക് പുറകിലോട്ടൊക്കെ ഉള്ള ലിഗമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് സ്ട്രെയിൻ വരുമ്പം നമുക്കിങ്ങനെ നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പ്രൊലാപ്സ് ഒക്കെ കുറവാണ്, പക്ഷെ സ്റ്റില്ലുണ്ട്. അത് പുറത്തേക്ക് വന്നില്ലെങ്കിലും അതിന് മുമ്പത്തുള്ള അവസ്ഥയിൽ ബാക്ക് പെയിൻ കൂടുതലാവാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കണ്ട് ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഓർത്തോപീഡീഷ്യനെയോ ആരെങ്കിലും കണ്ട് വേറെ കോസസ് ഓഫ് ബാക്ക് ഏക്ക് റൂൾ ഔട്ട് ചെയ്യുക. സ്ത്രീകൾ പലപ്പോഴും സ്വന്തം ആരോഗ്യം നോക്കാൻ മടിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഒരു പരിധിവരെ ഇത് ഗുണം ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.